നമസ്കാരം, എല്ലാവർക്കും ട്രിവാൻഡ്രംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഡിസംബർ മാസം 3-ാം തീയതിയാണ്. ഈ മാസം 11-ാം തീയതി ഇവിടെ 2 പ്ലാറ്റ്ഫോമിൻ്റെ കൂടി പണി പൂർത്തിയാക്കി ഉദ്ഘാടനം നടക്കുകയാണ്. അപ്പോൾ അത് ദീർഘനാളായി കൊച്ചുവേളി സ്റ്റേഷൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളും അഭിപ്രായങ്ങളുമൊക്കെ ഉയർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത് വളരെയധികം പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന പ്ലാറ്റ്ഫോമുകളുടെ നിർമ്മാണം പൂർത്തിയായി. നേരത്തെ 4 പ്ലാറ്റ്ഫോമുകളാണ് കൊച്ചുവേളി ടെർമിനലിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2 എണ്ണം കൂടി തയ്യാറായി കഴിഞ്ഞു. നവീകരിച്ച 2 പ്ലാറ്റ്ഫോമുകൾ, അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ ട്രെയിനുകൾ നിർത്തിയിടാനുള്ള സ്റ്റേബിളിംഗ് ലൈനുകൾ എന്നിവ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ 39.5 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ നവീകരണ ജോലികളാണ് പൂർത്തിയായത്. 2-3 ഐലൻഡ് പ്ലാറ്റ്ഫോമുകളുടെ നീളം 53 മീറ്റർ കൂട്ടിയിട്ടുണ്ട്. കൂടാതെ 2-3 പ്ലാറ്റ്ഫോമുകളിൽ 32 മീറ്റർ, 4-5 പ്ലാറ്റ്ഫോമുകളിൽ 64 മീറ്റർ കൂടുതലായി പുതിയ ഷെൽട്ടറുകളും നിർമ്മിച്ചു. പുതിയ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനവും തയ്യാറായിട്ടുണ്ട്. പുതിയ സ്റ്റേബിളിംഗ് ലൈനുകൾ കമ്മീഷൻ ചെയ്യുന്നതോടെ മൊത്തം 4 എണ്ണമാകും. ട്രെയിൻ ഗതാഗതം നിയന്ത്രിക്കുന്നതിനുള്ള പാനൽ ഇൻ്റർലോക്കിംഗ് സിസ്റ്റം ഇലക്ട്രോണിക് ആക്കി മാറ്റുന്ന ജോലികൾ തുടരുകയാണ്. ഇനിയും കൂടുതൽ സൗകര്യം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. 1-6 പ്ലാറ്റ്ഫോമുകളിൽ മാത്രമാണ് ഇപ്പോൾ ലിഫ്റ്റ് സൗകര്യമുള്ളത്. ഇത് ഭിന്നശേഷിക്കാർക്കും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും പ്ലാറ്റ്ഫോമുകൾ മാറുവാൻ കഷ്ടപ്പെടേണ്ടി വരുന്നു. എലിവേറ്റർ സംവിധാനം ഒരുക്കേണ്ടതുണ്ട്. ദിവസേന ശരാശരി 2000-3000 യാത്രക്കാർ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നഗരത്തിലെത്താനുള്ള ബസ് സൗകര്യം ഇപ്പോഴും അപര്യാപ്തമാണ്. സിറ്റി സർക്കുലർ സർവീസുകൾ ട്രെയിൻ സമയം കണക്കാക്കി ഇവിടെ എത്തിയാലേ യാത്രക്കാർക്ക് പ്രയോജനമുള്ളൂ. രാത്രി യാത്ര അതിനേക്കാൾ കഷ്ടത്തിലാണ്. വൈകുന്നേരം 6 മണിക്ക് ശേഷം ഇതുവഴി ബസ്സുകളില്ലാത്തത് ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. തിരുവനന്തപുരത്തിൻ്റെ റെയിൽവേ വികസനത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള നേമം കൊച്ചുവേളി ടെർമിനലുകളുടെ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ ഇപ്പോഴും മന്ദഗതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. ഇതിനൊക്കെ എത്രയും വേഗത്തിൽ തന്നെ ഒരു പരിഹാരമുണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കാം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചകളുമൊക്കെ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.